കാവ്യവത്കരണത്തിനും കമ്പോളവത്കരണത്തിനും സാമ്രാജ്യത്വ കടന്നുകയറ്റത്തിനുമെതിരെയുള്ള ദേശീയ വിദ്യാഭ്യാസ പദ്ധതിക്ക് ബദൽ കെട്ടിപ്പടുക്കാനായി പൊരുതാൻ ആഹ്വാനം നൽകി എസ്എഫ്ഐയുടെ 18ാമത് ദേശീയ സമ്മേളനം ഇന്ന് സമാപിക്കും. എസ്എഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റായി ആദർശം സജിയെയും ജനറൽ സെക്രട്ടറിയായി ശ്രീജൻ ഭട്ടാചാര്യയെയും സമ്മേളനം തെരഞ്ഞെടുത്തു. 87 അംഗ കേന്ദ്ര കമ്മിറ്റിയിൽ കേരളത്തിൽ നിന്ന് 10 പേരാണുള്ളത്. ഇന്ന് നടക്കുന്ന സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 4 ദിവസമായി കോഴിക്കോട് നടക്കുന്ന എസ്എഫ്ഐയുടെ 18ാമത് ദേശീയ സമ്മേളനം ഇന്ന് ഉച്ചയോടെ സമാപിക്കും. സമാപന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയെ കച്ചവടവൽക്കരിക്കാനും സ്വകാര്യവൽക്കരിക്കാനും വർഗീയവൽക്കരിക്കാനുമാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. പാവപ്പെട്ടവന് വിദ്യാഭ്യാസം അന്യമാക്കുകയെന്ന കേന്ദ്ര ലക്ഷ്യത്തെ ചെറുത്തു തോൽപ്പിച്ചേ മതിയാവൂവെന്ന് എസ്എഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ആദർശം സജി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലൂടെ എങ്ങനെ ഒരു വർഗീയവൽക്കരണം നടത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ട് ഇപ്പോൾ ഈ ദേശീയ വിദ്യാഭ്യാസ നയം എന്നുള്ളത് അത് തന്നെയാണ്. എങ്ങനെ വർഗീയവൽക്കരിക്കുക, കമ്പോളവൽക്കരിക്കുക, കച്ചവടവൽക്കരിക്കുക, കേന്ദ്രീകരിക്കുക. അപ്പം അത് നല്ല ബോധ്യത്തോടു കൂടിയാണ് എസ്എഫ്ഐ അതുമായി ബന്ധപ്പെട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അരാഷ്ട്രീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം കൂടെ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എസ്എഫ്ഐ ഏറ്റെടുത്തിട്ടുണ്ട്. ഇനിയും ആ നിലയിൽ നല്ല വിദ്യാർത്ഥികളെ നല്ല നിലയിൽ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ഈ വർഗീയവൽക്കരണത്തിനെതിരെ പ്രതിരോധം തീർക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ഇടപെടൽ എസ്എഫ്ഐയുടെ ഭാഗത്തുനിന്നുണ്ടാവും. 87 കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗങ്ങളെ സമ്മേളനത്തിൽ തെരഞ്ഞെടുത്തു. സംസ്ഥാന പ്രസിഡന്റ് എം ശിവപ്രസാദിനെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റായും എസ്എഫ്ഐ സംസ്ഥാന സെക്രട്ടറി എസ് സഞ്ജീവിനെ ജോയിന്റ് സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ 2ഉം കേന്ദ്ര എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ 8ഉം ഒഴിവുണ്ട്. കേരളത്തിൽ നിന്ന് 10 പേർ അഖിലേന്ത്യാ സെക്രട്ടേറിയറ്റിലുണ്ട്. കൊല്ലം ചാത്തന്നൂർ സ്വദേശിയാണ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ആദർശം സജി. എസ്എഫ്ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റും അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയുമായിരുന്നു. ഡൽഹി ജനാഹിദ് ലോ കോളേജിൽ LLB അവസാന വർഷ വിദ്യാർത്ഥിയാണ്. പശ്ചിമബംഗാൾ ജാദവ്പൂർ സ്വദേശിയാണ് ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീജൻ ഭട്ടാചാര്യ. ഹിസ്റ്ററിയിൽ ബിരുദാനന്തര ബിരുദധാരിയാണ്. ന്യൂസ് മലയാളം, കോഴിക്കോട്.